വെൽക്കം ബാക്ക് പെർഫോമൻസ് മെക്കാനിക് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനുള്ളത് ഷാർജ റോളാമോൾ കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ എൻ്റെ അടുത്തൊരു സ്കാൻ ടൂൾ ഉണ്ട്. അപ്പോൾ ആ സ്കാൻ ടൂൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുപാട് ഷോപ്പിൽ കയറി ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇവിടുന്ന് റിപ്പയർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ റോളാമാളിൽ ഷാർജ റോള മാളിൻ്റെ അകത്ത് കുറേ ഷോപ്പുകളുണ്ട് ഈ മൊബൈലും ലാപ്ടോപ്പൊക്കെ റിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഷോപ്പിൽ വന്നോട്ടെ ഞാൻ. അപ്പോൾ അവർ ആ ഒരു ടൂൾ എനിക്ക് റിപ്പയർ ചെയ്ത് തന്നിട്ടോ. അപ്പോൾ ആ ഷോപ്പിൽ ഞാൻ കാണിച്ചു തരാം ഷോപ്പ് ഏതാന്ന്. ഈ ഒരു ഷോപ്പിലുള്ള ടെക്നീഷ്യനാണ് ഇത് റിപ്പയർ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ ഈ ഒരു ചേട്ടൻ്റെ അടുത്ത് ടേബിൾ ലൈറ്റോ അതേപോലെ സ്പെഷ്യൽ ടൂൾസുകളോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ആകെ മൾട്ടിമീറ്ററും കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ മൂപ്പരാണ് ഈ ഒരു സംഭവം എനിക്ക് റിപ്പയർ ചെയ്ത് തന്നത്. നാട്ടിൽ വലിയ ഷോപ്പിലൊക്കെ ഞാൻ കയറി ഇറങ്ങി. അതേപോലെ തന്നെ ഒരുപാട് ടൂൾസൊക്കെ ഉള്ള ഷോപ്പിലൊക്കെ ഞാൻ പോയി ഇതൊന്ന് റിപ്പയർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അവരാരും ഇത് ചെയ്ത് തന്നിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മളെ ടൂള് ഔട്ടലിൽ മാക്സി എന്ന് പറഞ്ഞ ടൂളാട്ടോ. ഔട്ടലിൻ്റെ മാക്സി ചെക്ക് എന്ന് പറഞ്ഞ ടൂളാണ്. 808 ആണ്. ഈ സാധനം പ്രൊഡക്റ്റ് നന്നല്ല കേട്ടോ. അതിൻ്റെ ബോർഡും അതേപോലെ അതിൻ്റെ ബാറ്ററിയൊന്നും വലിയ ക്വാളിറ്റി ഒന്നുമില്ല. അപ്പോൾ നാട്ടിൽ ഞാൻ വലിയ വലിയ ഷോപ്പിലൊക്കെ കയറി അവരൊന്നും റിപ്പയർ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ഞാൻ അപ്പോൾ അത് ഗൾഫിലേക്ക് കൊണ്ടുവന്നാണ്. ഇവിടെ ഷാർജയുള്ള റോള മാളിൽ നിന്നാണ് ഇപ്പോൾ ഇത് റിപ്പയർ ചെയ്ത് കിട്ടിയിട്ടുള്ളത്. കമ്പനിയിൽ അവർ ചോദിച്ചപ്പോൾ അവർ വലിയ എമൗണ്ടാണ് പറയുന്നത്. നാട്ടിലെ 10,000 റുപ്പീസിന് മേലെ ഇതിൻ്റെ ബാറ്ററിക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചേട്ടൻ എന്താ ചെയ്ത് വെച്ചാൽ ഈ ഒരു ബാറ്ററി സംഭവങ്ങളൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് അവർ വേറൊരു ബാറ്ററി ഇതിൻ്റെ മാച്ചാവുന്ന ആംസുള്ള ഒരു ബാറ്ററി ഇതിലേക്ക് ഫിറ്റ് ചെയ്യുക ചെയ്ത് ആ ബാറ്ററീൻ്റെ മൊഡ്യൂളും കാര്യങ്ങളൊക്കെ മൂപ്പര് കറക്റ്റ് ചെക്ക് ചെയ്ത് മൾട്ടിമീറ്ററൊക്കെ ഉപയോഗിച്ചിട്ട്. കാരണം ആ ബോർഡിൻ്റെ മേലെയൊക്കെ കുറേ ഫംഗസ് ഉണ്ട്. കാരണം ഇത് നമ്മളെ നാട്ടിൽ ഈർപ്പം കൂടുതലായതിനെ കൊണ്ട് ഫംഗസ് പെട്ടെന്ന് പിടിക്കുന്നുണ്ട്. ഈ ഒരു ബോർഡിന് അവർ പ്രത്യേക കോട്ടിങ്ങോ അങ്ങനെ സംഭവങ്ങളൊന്നും കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബോർഡ് ഫംഗസ് പിടിക്കുന്നുണ്ട്. അതുപോലെ കണക്ടറിൻ്റെ ഉള്ളൊക്കെ ഫംഗസ് വരുന്നുണ്ട്. ഫംഗസ് ഒന്ന് ഷോർട്ടായിട്ടാണ് ഈ ഒരു സംഭവം വർക്ക് ചെയ്യാത്തത്. അതിൻ്റെ ബാറ്ററി ഡ്രെയിനായി പോയത്. ഇത് ബാറ്ററീൻ്റെ പുറത്ത് വരുന്നൊരു കേസാണ്. ഈ ഒരു കേസിൻ്റെ അകത്താണ് ബാറ്ററി വരുന്നത്. അപ്പോൾ മൂപ്പര് നല്ല അതാണ് നമ്മളെ ബാറ്ററി. ആ ഒരു ബാറ്ററിയാണ് ഇതിലേക്ക് മൂപ്പര് ഫിറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ ബോർഡ് നമ്മളെ ഇവിടെ കാണുന്നത്. ബോർഡ് മൂപ്പര് മൾട്ടിമീറ്റർ ടൂൾസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നത്. ഓവർ സംഭവങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് നമ്മൾ ടൂൾസൊക്കെ കൈകാര്യം ചെയ്യണം. എന്നാലേ നമുക്ക് സിമ്പിളായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. ഇതാട്ടോ ടൂളിൻ്റെ ബാക്കിലെ കേസാട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടിയൊക്കെ ശരിക്കും ഈർപ്പം കയറിയിട്ടാണ് ഈ ഒരു ബോർഡ് ഷോർട്ടായത്. ഈ ശരിക്കും ഇങ്ങനെ ഹോൾസ് വേണം ആ ബോർഡ് ചൂടാകുമ്പോൾ ആ ഹീറ്റ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ബോർഡ് ശരിക്കും ഷോർട്ട് ഫംഗസ് വരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷനൊക്കെ വേണം ശരിക്കും. ഇത് ആ ബാറ്ററീൻ്റെ കണക്ടറാണ്. അപ്പോൾ ഈ ഒരു കണക്ടറിൻ്റെ മേലെ ഫുള്ള് ഫംഗസാണ്. അതിൻ്റെ ഉള്ളിൽ ശരിക്കും ആ കോണ്ടാക്റ്റ് പോയിൻ്റൊക്കെ ഫുള്ള് ഫംഗസ് പിടിച്ചിട്ട് ഷോർട്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ കറണ്ട് ശരിക്കും പാസ്സാവില്ല, വോൾട്ടേജ് ശരിക്കും പാസ്സാവില്ല, ചെറിയ പിന്നെ അതിനെക്കൊണ്ട്. അപ്പോൾ മൂപ്പരത് മുറിച്ച് ഒഴിവാക്കി. ഇതാണ് നമ്മളെ ഒറിജിനൽ ബാറ്ററിയൊക്കെ പുതിയതാണ്. ഈ ഒരു ടൂള് പുതിയ ടൂളാണ്. ആകെ ഒരു വർഷമായിട്ടുള്ളൂ. ഇപ്പോൾ കുറച്ച് കാലം വീട്ടിൽ വെച്ചതിന് ശേഷം ഇങ്ങനെ പ്രശ്നം വന്നാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ടൂൾസൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കറക്റ്റ് നല്ല പാക്കാക്കി വെക്കുക. ഇല്ലെങ്കിൽ ഈർപ്പം തട്ടിയിട്ട് കേടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ ലാപ്ടോപ്പൊക്കെ കറക്റ്റ് നമ്മൾ പാക്ക് ചെയ്ത് വെക്കുക, കറക്റ്റ് ബാഗിലിട്ട് വെക്കുക. അതുപോലെ ഇങ്ങനത്തെ ടൂൾസുകളൊക്കെ കറക്റ്റ് ബാഗിലിട്ടിട്ട് പാക്ക് ചെയ്ത് വെക്കണം ഈർപ്പം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൂപ്പര് ഈ ഒരു ബാറ്ററിയൊക്കെ മാറ്റി സംഭവം സെറ്റാക്കി തന്നിട്ടോ. സംഭവം ഇതിൻ്റെ ചാർജിങ് പോയിൻ്റൊക്കെ മൂപ്പര് മാറ്റിയിട്ട് സാംസങ്ങിൻ്റെ പോയിൻ്റാക്കി. ബാറ്ററി നല്ല ബാറ്ററി ആയിട്ട് അതിൽ 94% ബാറ്ററി കാണിക്കുന്നുണ്ട്. ഇത് നല്ല ടൂളാട്ടോ ശരിക്കും. പക്ഷേ അതിൻ്റെ ബോർഡിനൊന്നും ക്വാളിറ്റി ഇല്ല എന്നുള്ളൂ. ഇതിൻ്റെ സോഫ്റ്റ്വെയറൊക്കെ നല്ല സോഫ്റ്റ്വെയറാണ് അവർ നിർമ്മിച്ച. ഒരു ഹാർഡ്വെയർ ഇതിൻ്റെ ഹാർഡ്വെയറും അതേപോലെ ബാറ്ററി സംഭവങ്ങളൊക്കെ ചൈനയിൽ നിന്ന് ഉണ്ടാക്കുന്നത്, മാനുഫാക്ചറിങ് ചെയ്യുന്നതാണ്. അതാണ് ഈ സാധനത്തിന് ക്വാളിറ്റി ഇല്ലാത്തത്. അതുപോലെ സോഫ്റ്റ്വെയറൊക്കെ വേറെ ഏതോ രാജ്യത്ത് നിന്ന് വരുന്ന സോഫ്റ്റ്വെയറാണ്. ഇതിൻ്റെ ആ ഒരു ഡയഗ്നോസ്റ്റിക് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഇതിൽ കുറേ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കുറേ വാഹനങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം നാട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. നാട്ടിൽ ഈ ഒരു ടൂൾസിന് വരുന്ന പ്രൈസ് 60,000 രൂപ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ. നാട്ടിൽ ഇതിൻ്റെ ഓഫീസ് വരുന്നത് ഡൽഹിയിലിട്ടാണ് ഇതിൻ്റെ സർവീസ് സെൻ്ററൊക്കെ വരുന്നത്. അപ്പോൾ അവരവിടേക്കൊക്കെ അയച്ചിട്ട് ചെയ്യാനല്ലേ ഭയങ്കര ടഫാണ്. ഞാൻ അവരെ സർവീസ് സെൻ്ററായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ടില്ല. ഇതിന് മുന്നേ ഞാനൊരു ടൂൾ യൂസ് ചെയ്തിന് ലോഞ്ചിൻ്റെ. അപ്പോൾ ആ ടൂളും ഇതേപോലെ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ട് അവസാനം ആ ടൂള് കംപ്ലീറ്റ് ഡാമേജായി. റിപ്പയർ ചെയ്തിട്ട് നാട്ടിൽ നിന്ന് റിപ്പയർ ചെയ്തിട്ട് കംപ്ലീറ്റ് ഡാമേജായിട്ട് 1,00,000 രൂപ നഷ്ടമായി. അതിനുശേഷമാണ് ഞാൻ ഈ ഒരു ടൂൾ വാങ്ങിയത്. ഈ ടൂളും പണി കിട്ടി. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ടൂൾസൊക്കെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ട് ഇങ്ങനത്തെ ടൂൾസുകൾ വാങ്ങിക്കാൻ നിൽക്കരുത്. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക.
അതുകൂടാതെ സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ്. മൊബൈലിലൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയറും അതിൻ്റെ അഡാപ്റ്ററൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ശരിക്കും അതാണ് ഒന്നുകൂടി യൂസ്ഫുൾ. ഔട്ട്ലെറ്റിൻ്റെ ടൂൾസ് ശരിക്കും ആരും വാങ്ങിക്കാതിരിക്കുന്നത് നല്ലത്. തീരെ ക്വാളിറ്റി ഇല്ല ഒരു സാധനം. ലോഞ്ച് പിന്നെയും നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റ് അവരുണ്ട് നിർമ്മിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഒരു ടൂള് വില കുറച്ചിട്ടൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പോൾ. കാരണം ഇത് തീരെ എന്താ പറയുക, ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു പ്രൊഡക്റ്റാണ് ശരിക്കും ഇത്. ഇതിൻ്റെ ബോർഡിൻ്റെ മേലെ വരുന്ന ഫംഗസ് കണ്ടിട്ടാണ് ഞാൻ അത്ഭുതപ്പെട്ടത്. കാരണം ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ നമ്മൾ പണ്ട് വാങ്ങിക്കുന്ന ഈ ചെറിയ റേഡിയോക്ക് വരെ അതിൻ്റെ ബോർഡിൻ്റെ മേലെ അവർ പ്രത്യേക കോട്ടിങ്ങൊക്കെ കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫംഗസ് ഒന്നും ശരിക്കും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ ഒരു ബോർഡിൻ്റെ മേലെ ചെയ്തിട്ടില്ല. ഈ ചെറിയ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക.